ഞങ്ങളുടെ കുഞ്ഞ് അടുക്കളത്തോട്ടമാണേ. അടുക്കളത്തോട്ടത്തിൽ ഇന്ന് ഒരു പടവലങ്ങ റെഡിയായി നിൽപ്പുണ്ട്. അതൊന്ന് നോക്കാനൊക്കെ കൊണ്ട് വന്നതാണ്. വെണ്ടയ്ക്കയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ആനക്കൊമ്പൻ വെണ്ടയാന്ന് പറഞ്ഞ് തന്നതാണ് കടയിൽ നിന്ന്. പക്ഷെ കണ്ടിട്ടത്ര വലുപ്പമൊന്നുമില്ല. കുക്കുംബറൊക്കെ കുറച്ചും കൂടെ ഉണ്ട്. 5 മൂട് വെച്ച് ഗ്രോ ബാഗിനകത്ത് നിറച്ചേക്കുന്ന കുക്കുംബർ കായൊക്കെ പിടിച്ച് നിൽക്കുവാണ്. അത്യാവശ്യം കുക്കുംബറൊക്കെ നമുക്ക് വീട്ടിൽ വിളവെടുക്കത്തക്ക വിധത്തിലായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരുപാട് കുക്കുംബറൊക്കെ കാ പിടിച്ച് വരുന്ന ചെറിയ ചെറിയ കുക്കുംബറെല്ലാം ആയി വരുന്നുണ്ട്. ഇവിടെയുണ്ട്. അത്യാവശ്യം നല്ല ഉണ്ട്. ഇവിടെ കുറച്ച് മുളകുകളൊക്കെ നിൽപ്പുണ്ട്. പച്ചമുളകിൻ്റെ എല്ലാം കാട് പിടിച്ച് കിടക്കും. സമയമില്ലാത്തതുകൊണ്ടൊന്നും ക്ലീനാക്കാനൊക്കെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. മുളകൊക്കെ പൂത്ത് കാ പിടിച്ച് നിൽപ്പുണ്ട്. നമ്മളൊരു കാന്താരിയാണ്. കാന്താരി നിറയെ കായുണ്ട്. വളം ചെയ്തായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം കായൊക്കെ പിടിച്ച് മൊത്തത്തിൽ കാന്താരിയൊക്കെ പഴുത്ത് തുടങ്ങി. പറിച്ചെടുക്കണം അതെല്ലാം. പടവലം ഏറെ ഒരുപാട് മൂട് നട്ടോ. പക്ഷേ അതിനകത്ത് നിന്ന് കിട്ടിയത് 2 കായേ കിട്ടിയുള്ളൂ. കാരണം വെള്ളീച്ചയുടെ ശല്യം കാരണം അത് മൊത്തം പോയി. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് കുക്കുംബർ ഉണ്ട്. ഇതൊരു കുക്കുംബറിൻ്റെ ഇതാണ്. കൂട്ടത്തിൽ ആദ്യം ഉണ്ടായത് ഇതാണ്. അത് ഏകദേശം പരുവായിട്ട് വരുന്നുണ്ട്. പിന്നെ അതും പരുവായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നമ്മുടെ പടവലങ്ങ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൻ്റെ പടവലത്തിൻ്റെ നാളത്തേക്കിനൊരു ചെറിയ തോരൻ വെക്കാനൊക്കെ കൊണ്ടുള്ള കിട്ടുമോ നോക്കാം. ചെറിയ ഇതിനുള്ള ഇടില്ലയോ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. നോക്കിയിട്ട് ഇപ്പം ചെറിയൊരു ബേബി പടവലമാണ്. പോട്ടെ, ഉള്ളതാട്ടെ. ഓക്കെ.